1.5 കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ചെടുത്ത ബി.ജെ.പി. നേതാവിന്റെ മകൻ മഹാരാഷ്ട്രയിൽ പിടിയിലായി. ഭോപ്പാലിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ ചുരുൾ അഴിയുന്നത് പോലീസിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും 10 ദിവസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ്. കാലിസിറ്റ് നദിയിൽ കാർ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടുവെന്ന് വിശ്വസിപ്പിച്ച് എല്ലാവരെയും കബളിപ്പിച്ച ബി.ജെ.പി. നേതാവ് മഹേഷ് സോണിയുടെ മകൻ വിശാൽ സോണി ഒടുവിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മഹാരാഷ്ട്രയിൽ വെച്ച് കസ്റ്റഡിയിലായി. കഴിഞ്ഞ സെപ്റ്റംബർ 5-നാണ് കാളിസിറ്റ് നദിയിൽ ഒരു കാർ മുങ്ങിയതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. കാളിസിറ്റ് പാലത്തിൽ തകർന്ന കൈവരികൾ കണ്ട നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കാറിന്റെ നമ്പർ പ്ലേറ്റ് വഴി നടത്തിയ അന്വേഷണത്തിൽ അത് രാജഡ് ബി.ജെ.പി. നേതാവ് മഹേഷ് സോണിയുടെ കാറാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ്, സംസ്ഥാന ദുരന്ത നിവാരണ സേന, വിവിധ ഏജൻസികൾ എന്നിവർ സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങി. വിശാൽ സോണി കാറിനകത്ത് കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം വിപുലമാക്കി. ഏകദേശം 20 കിലോമീറ്ററോളം പരിധിയിൽ 10 ദിവസത്തോളം നീണ്ടുനിന്ന തിരച്ചിലാണ് വിശാലിനെ കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ കാർ നദിയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും വിശാലിന്റെ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ പോലീസിന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. വിശാലിന്റെ തിരോധാനത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് സംശയിച്ചു. തുടർന്ന് വിശാലിന്റെ മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ വിശാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടെന്ന് വ്യക്തമായി. മഹാരാഷ്ട്ര പോലീസിന്റെ സഹായം തേടി മധ്യപ്രദേശ് പോലീസ് സംഭാജി നഗർ ജില്ലയിലെ ഫർദാപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് വിശാലിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിശാൽ കുറ്റം സമ്മതിച്ചു. 1.40 കോടി രൂപയുടെ വലിയ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് താൻ ഈ മരണനാടകം ആസൂത്രണം ചെയ്തതെന്ന് വിശാൽ വെളിപ്പെടുത്തി. ബാങ്കുകളിൽ നിന്ന്, സ്വകാര്യ വ്യക്തികളിൽ നിന്നും വൻ തുക കടം വാങ്ങിയിരുന്നു. തന്റെ മരണം സ്ഥിരീകരിക്കുകയും മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്താൽ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുമെന്നും ഇൻഷുറൻസ് തുക ലഭിക്കുമെന്നും ഇയാൾ കണക്ക് കൂട്ടി. തന്റെ പദ്ധതി നടപ്പാക്കാൻ വിശാൽ ഒരു ട്രക്ക് ഡ്രൈവറുടെ സഹായവും തേടി. കാളിസിറ്റ് നദിക്ക് സമീപം വെച്ച് കാർ റോഡരികിൽ നിർത്തി ഡ്രൈവറുടെ സഹായത്തോടെ കാർ നദിയിലേക്ക് തള്ളിയിട്ടു. തുടർന്ന് അയാളുടെ ബൈക്കിൽ ഇൻഡോറിലേക്ക് രക്ഷപ്പെട്ടു. ഈ സമയം അത്രയും വിശാൽ മഹാരാഷ്ട്രയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം മരണം പത്രങ്ങളിൽ വന്നോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിശാൽ മഹാരാഷ്ട്രയിലേക്ക് കടന്നത്. അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. എന്നാൽ സ്വന്തം മരണനാടകം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയതും പോലീസിന്റെ നിരന്തരമായ തിരച്ചിലും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മകനെ കാണാതായതോടെ ബി.ജെ.പി. നേതാവായ മഹേഷ് സോണി വലിയ ആശങ്കയിലായിരുന്നു. പോലീസുമായി ചേർന്ന് എല്ലാ സഹായവും നൽകി. എന്നാൽ മകന്റെ തട്ടിപ്പ് വെളിപ്പെട്ടതോടെ അദ്ദേഹവും കുടുംബവും ഞെട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയമായി വലിയ നാണക്കേടാണ് ഈ സംഭവം അദ്ദേഹത്തിനും പാർട്ടിക്കും മൊത്തത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സംഭവം സമൂഹത്തിന് ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതേസമയം പോലീസിന്റെ ബുദ്ധിപരമായ നീക്കവും സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗവും ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. സത്യം പുറത്തു വന്നതോടെ വിശാൽ സോണിക്കെതിരെ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനും കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു.